Hello, welcome to our 3A Stars YouTube channel. ഓക്കെ, എൻ്റെ പേര് അനില. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ പ്രോബ്ലംസ് ഒക്കെ കാണും. പ്ലീസ് ബെയർ വിത്ത് മീ. ഓക്കെ, ഞാൻ ഇതിലൂടെ എന്നെക്കുറിച്ചും എൻ്റെ ചാനലിനെ കുറിച്ചും ഒരു ചെറിയൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പേര് അനില. ഞാൻ ജനിച്ചത് എറണാകുളം, നമ്മുടെ നാട്ടിൽ എറണാകുളം ജില്ലയിൽ വടവോട് എന്ന് പറയുന്ന സ്ഥലത്ത്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ പേരൻസ്, എൻ്റെ ഫാദർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ അമ്മച്ചി, പിന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. ഒരാൾ അലീന, ഇളയാൾ അബില. അപ്പം നിങ്ങൾ പേര് കണ്ടില്ലേ, 3A Stars എന്ന് പറയണ. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ്സ് എടുത്തിട്ട് 3 പേരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ A ആണ്. അതുകൊണ്ട് 3A Stars യൂട്യൂബ് ചാനലിന് പേരിട്ട്. ഓക്കെ, എൻ്റെ സിസ്റ്റേഴ്സ് അവർ 2 പേരും കല്യാണം കഴിഞ്ഞ് മക്കളായിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് UK-യിലാണ്. UK-യിൽ ലിവർപൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഞാനിവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. ഞാനും ഹസ്ബൻഡും എൻ്റെ 3 മക്കളും. ഞാനിവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഐ എം എ നേഴ്സ് ബൈ പ്രൊഫഷൻ. അതാദ്യം പറയണമല്ലോ അല്ലേ. പിന്നെ ഞാൻ എങ്ങനെ UK-യിൽ എത്തി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ വന്നിട്ട് 5 വർഷം ആയുള്ളൂ. ജസ്റ്റ് ഐ ഗോട്ട് ILR, ദാറ്റ്സ് ഓൾ. 5 years കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ ജനിച്ചത് വടവുകോടാണെന്ന്. പിന്നെ ഞാൻ പഠിച്ചത്, എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം എറണാകുളം ജില്ലയിൽ തന്നെയായിരുന്നു. ഞാൻ ഹൈസ്കൂൾ വരെ പഠിച്ചത് രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂള് വടവുകോട്. കോളേജ് പഠിച്ചത് അന്ന് എൻ്റെ സമയത്ത് +1 +2 എന്നല്ല പറയണത്, ഞങ്ങൾ പ്രീ ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പഠിച്ചത് സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് എറണാകുളം ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്ന് GNM, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പഠിച്ച് പാസ്സായി. അതിനുശേഷം ഓരോ വർഷം ഞാൻ വർക്ക് ചെയ്തു. എവിടെയാ, നമ്മുടെ സമരിറ്റൻ ഹോസ്പിറ്റൽ പഴങ്ങനാട്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള. പിന്നെ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലും 1 year വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാംഗ്ലൂർ ഫാദർ മുള്ളേഴ്സ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് പോസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് BSc നഴ്സിംഗ് കഴിഞ്ഞു. തിരിച്ച് നാട്ടിൽ വന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ കല്യാണം. അപ്പോൾ എനിക്ക് 27 വയസ്സായി. കല്യാണം ആയി. ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് പോയി. അവിടെ എനിക്ക് ജോലി കിട്ടി. ജോലി ചെയ്തു, ജീവിതം ആരംഭിച്ചു. എനിക്ക് അവിടെ 3 മക്കൾ കിട്ടി. എനിക്കൊരു മോനും മോളും. അവരിപ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. അവരെന്നോടൊപ്പം UK-യിലുണ്ട്, ലിവർപൂളിലുണ്ട്. പിന്നെ എൻ്റെ 3ാമത്തെ മകൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഹ്യൂമൻ ബട്ട് മോർ ദാൻ എ ഹ്യൂമൻ. ഈസ് എ ഫറി സൺ. അവൻ്റെ പേര്, അവനൊരു ലാബ്രഡോർ റിട്രീവർ ആണ്. അവൻ്റെ പേര് ടോം. അവന് നിങ്ങൾക്കെല്ലാം എൻ്റെ ഷോർട്സിലുണ്ട്. അവനെൻ്റെ എന്താ പറയണ, ഒരു പ്രധാന ഭാഗമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എത്രമാത്രം അവൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അവനെ എനിക്ക് കിട്ടിയത് ഖത്തറിൽ വെച്ചിട്ടാണ്. ഖത്തറിൽ ഹി വാസ് ഓൺലി 2 months old.
അതിനുശേഷം ഖത്തറിൽ നിന്ന് ഞങ്ങൾ ബഹ്റിന് പോയി. ബഹ്റിനിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോയി. നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ UK-യിലെത്തി. സ്റ്റിൽ ഹീ ഈസ് വിത്ത് അസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയാണ് അവൻ ഞങ്ങൾക്കെന്നുള്ളത്. അവൻ ഇനി വരും എപ്പിസോഡുകളിലൊക്കെ അവനുണ്ടാവും, എൻ്റെ കൂടെ തന്നെയാണല്ലോ. അവനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. കാരണം വിതൗട്ട് ഹിം ആൻഡ് ഹിസ് സ്റ്റോറി അവർ ലൈഫ് ആൻഡ് അവർ സ്റ്റോറി ഈസ് ഇൻകംപ്ലീറ്റ്. അതാണ്. ഓക്കെ, ഹീസ് ടോം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹീസ് എ ബ്ലെസ്ഡ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഞങ്ങൾക്ക് അറിയാവുന്നവർക്ക് അവനെ അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കളുടെ ആദ്യത്തെ 2 മക്കളുടെ 2 പേരുടെ വിവരം ചോദിക്കുന്നതിന് മുമ്പ് അവർ ചോദിക്കും, നിന്റെ തൊമ്മു എന്ത് പറയണമെന്ന്. അറിയാലോ അപ്പം. അതാണ് തൊമ്മു. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നതേ എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഒരു കാട്ടിലാണ്. ഈ കാട്ടിലൂടെ നടന്നാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോകുന്നത്. ഞാനിപ്പോൾ പള്ളിയിൽ കഴിഞ്ഞ് വന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല സ്ഥലമാണെന്ന് കണ്ട് അവിടെ ഇരുന്ന, പക്ഷെ ഇത് ഇപ്പം മഴ ചാറി തുടങ്ങുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ അറിയാലോ, നോക്കി നിൽക്കുമ്പോൾ വെയിലും പിന്നെ മഴയുമായിരിക്കും. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് തുടങ്ങിയപ്പോൾ നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു ഇവിടെ. ഞാൻ നോക്കട്ടെ എത്രമാത്രം പോകുന്നു നോക്കട്ടെ. ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയൊരു 10-15 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഖത്തറിൽ പോയി. അവിടെ 10-12 വർഷം ജീവിച്ചു. പിന്നെ ബഹ്റിന് പോയി. ബഹ്റിനിൽ 2-3 വർഷം ജീവിച്ചു. തിരിച്ച് നാട്ടിൽ പോയി. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരു 3-4 വർഷം അവിടെ താമസിച്ചു. ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അത് പറവൂരാണ്, നോർത്ത് പറവൂർ. അവിടെ താമസിച്ചപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, അത്രയും നാൾ പുറത്ത് താമസിച്ചിട്ടേ നാട്ടിൽ ചെന്ന് നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒന്നാമത് ഫിനാൻഷ്യൽ ഇൻകം നമുക്കില്ല. ഓൺലി എന്താ പറയുക, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ മക്കള് ജനിച്ചതും വളർന്നതും പുറത്തായതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, പുറത്ത് താമസിക്കുന്നവരും പുറത്ത് ജനിച്ച മക്കളുടെയൊക്കെ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളും. അവർക്കും അത്ര ദേ വർ നോട്ട് സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ എൻ്റെ ഏജ് 47 ആയിരുന്നു. അപ്പം ഞാൻ IELTS എഴുതിയും OET എഴുതിയ കഥയൊക്കെ പറയുവാണെങ്കിൽ ഒത്തിരി എപ്പിസോഡുകൾ വേണം. ഒത്തിരി തവണ എഴുതിയിട്ടുണ്ട്. മെയിൻ കാരണം എൻ്റെ റൈറ്റിംഗ് ആണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വെരി ബാഡ്. ഈവൻ ഐ കാൻ റീഡ് ആഫ്റ്റർ 5 minutes വാട്ട് ഐ ഹാവ് റിട്ടൺ. ആ അവസ്ഥയാണ് എൻ്റേത്. പിന്നെ എങ്ങനെ ഞാൻ അവരെ ബ്ലെയിം ചെയ്യും? പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എതിര് നിൽക്കാൻ പറ്റുമെന്ന് പറയണില്ലേ, ആ ഒരു അവസ്ഥയല്ല എൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ ഇവിടെ UK-യിലെത്തി. ഇപ്പോൾ 5 വർഷമായി. ഓക്കെ, അപ്പം ഞാൻ ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയണേ, ഞാനിനി എന്നെക്കുറിച്ച് ഒരു 3 ഹെഡിങ്സിലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വിശ്വാസ ജീവിതം, ദാറ്റ് ഈസ് മൈ ബേസിക് ഓഫ് മൈ ലൈഫ്. ഓക്കെ, പിന്നെ എൻ്റെ അനുഭവങ്ങൾ. 52 വർഷമായില്ലേ ഈ ലോകത്ത് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് അനുഭവങ്ങളുണ്ട്. പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ ജീവിക്കാനാണ് താല്പര്യം. എല്ലാവരെ കൂട്ട് അങ്ങനെ നോർമലായിട്ട് അങ്ങ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇതില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഒരു ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും, ഞാൻ എവിടെയായിരുന്നാലും അവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകാനായിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്ന, നമ്മൾ ഈ ലോകത്തിൽ ഇപ്പം ഈ എന്താ പറയണ ഹൈ ടെക്നോളജി ഇനിയും ഹൈ ആവും. ഈ ജീവിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എനിക്ക് പറയാനുള്ളതും ഈ ലോകത്തോട് പറയാനുള്ളതൊക്കെ ഞാനൊരു സാധാരണ ആളല്ലേ,
അപ്പോൾ ലോകത്തോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാലോ. അങ്ങനെ ആണ് ഞാൻ ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അവരും so supporting and helping me. So I thought of going forward. Okay. അപ്പം അടുത്ത ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസം, പിന്നെ എൻ്റെ ജീവിതാനുഭവങ്ങൾ. എത്ര അനുഭവങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗുഡും ഉണ്ടാവും ബാഡും ഉണ്ടാവും. അപ്പോൾ ഒരു പാളിച്ചകൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലൂടെ കുറച്ച് കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്താ പറയുക, ചില ഡിസിഷനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷനും ശരിയായിക്കൊള്ളണമെന്നോ അത് റൈറ്റ് വേയിൽ പോകണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം ആ സമയത്ത് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അതിന് പാളിച്ചകളാണല്ലോ. അത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ എന്താ പറയണ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ് ഇപ്പം നിർത്താം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അവരെല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കണം. ഈവൻ ദോ വി ഹാവ് അപ്പ് ആൻഡ് ഡൗൺസ് ഇൻ അവർ ലൈഫ്. ഓക്കെ. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ ജീവിച്ചു, വർക്ക് ചെയ്തു. മെയിൻലി എറണാകുളം, ബാംഗ്ലൂർ, മാംഗ്ലൂർ, ഖത്തർ, ബഹ്റൈൻ ആൻഡ് UK. അപ്പം എന്നെ ഈ വീഡിയോയിലൂടെ കാണുന്നവർ, എൻ്റെ ഈ ചാനലിലൂടെ കാണുന്നവർ ഈ എപ്പിസോഡ് കാണുവാണെന്നുണ്ടെങ്കിൽ എന്നെ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്, എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഓർമ്മയോ അല്ലെങ്കിൽ ചീത്തയായാലും ഓക്കെ ഷെയർ ചെയ്തോളാം. ഐ ഹാവ് നോ പ്രോബ്ലം. ഓക്കെ, ഐ അക്സെപ്റ്റ് എവറിത്തിങ്. എന്തെങ്കിൽ പ്ലീസ് don't hesitate to make a comment in this video. Okay, please. പിന്നെ don't leave and go. Okay, because ഇതിന് ശേഷം ഞാനൊരു ചെറിയൊരു എന്നെ ഇത്ര നേരം സഹിച്ചിരുന്നതിനൊരു കോംപ്ലിമെൻറ്റ്, ഒരു സിമ്പിൾ റെസിപ്പി ഓഫ് സാലഡ്, പർപ്പിൾ കാബേജും കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു സാലഡ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനതിനെ മാർബിൾ സാലഡ് എന്നാണ് വിളിക്കുന്നത്. അത് അതിൻ്റെ ലുക്ക് വൈസ് അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സ്റ്റേ ട്യൂൺ ടു വാച്ച് മൈ purple cabbage salad, and I kindly request your valid support by subscription and by commenting your suggestions and opinions. Okay, thank you. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എൻ്റെ ചുറ്റും ഡാഫഡിൽസ് ഒക്കെ ഉണ്ട്. സോറി, കണ്ടോ? ക്യാൻ യു സീ? ഓ സോറി. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ ഇവിടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ പബ്ലിഷ് ചെയ്യുമ്പോൾ എൻ്റെ സാലഡ് റെസിപ്പിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. Thank you for watching once again. Until we see again in next video. Okay.